അമ്മേ നാരായണ. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് 4 മുതൽ 11 വരെ ബ്രഹ്മശ്രീ ഭാഗവത കോകിലം ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിലുള്ള ഭാഗവത സപ്താഹം യജ്ഞം നടക്കുന്നതാണ്. ഈ എല്ലാ പ്രാവശ്യത്തേക്കാളും ഈ പ്രാവശ്യം കൂടുതൽ ഭക്തജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ സപ്താഹത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ യജ്ഞശാലയിൽ തന്നെ എല്ലാ ദിവസവും രാവിലെ മള്ളിയൂർ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമവും വൈകുന്നേരം ഭഗവത് സേവയും നടക്കുന്നതാണ്. ഈ ഗണപതി ഹോമത്തിനും ഭഗവത് സേവയ്ക്കും എല്ലാം ഭക്തജനങ്ങൾക്കും പങ്കാളികളാകാവുന്നതാണ്. അതിനുള്ള വഴിപാട് രശീതികൾ നമ്മൾ കൗണ്ടറിൽ കൂടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും കേരളത്തിലെ പ്രശസ്ത ഭാഗവത ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ 9 പേരുടെ നേതൃത്വത്തിലുള്ള പ്രഭാഷണങ്ങൾ എല്ലാ ദിവസവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഒന്നാം ദിവസം, അതായത് ആഗസ്റ്റ് 5-ാം തീയതി ശ്രീ ശംഖമേശ്വരൻ തമ്പുരാൻ്റെയും, രണ്ടാം ദിവസം അതായത് ആഗസ്റ്റ് 6-ാം തീയതി ശ്രീകണ്ഠേശ്വര സോമവാര്യരുടെയും, മൂന്നാം ദിവസം അതായത് ആഗസ്റ്റ് 7-ാം തീയതി ശ്രീ ശരത് എ ഹരിദാസ്, നാലാം ദിവസം ആഗസ്റ്റ് 8-ാം തീയതി പൂജ്യശ്രീ നടുവിൽമഠം അച്യുത ഭാരതി സ്വാമിമാർ, 9-ാം തീയതി 5-ാം ദിവസം ശ്രീമതി വെൺമണി രാധ അന്തർജനവും ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടും, അതുപോലെ തന്നെ ആഗസ്റ്റ് 10-ാം തീയതി 6-ാം ദിവസം പ്രൊഫസർ ഇന്ദു KS, 7-ാം ദിവസം ആഗസ്റ്റ് 11-ാം തീയതി ശ്രീ N അജിതൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ രാമൻ നമ്പൂതിരിയും തുടങ്ങിയ 9ഓളം ഭാഗവത ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം കൂടി ചേർന്ന് ഒരുക്കിയിട്ടുള്ളതാണ്. അന്ന് വൈകുന്നേരം, അതായത് ആഗസ്റ്റ് 11-ാം തീയതി 7-ാം ദിവസം വൈകുന്നേരം മള്ളിയൂർ തിരുമേനിയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ നേതൃത്വത്തിൽ ആദരിക്കുന്നുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ഭാഗവത സപ്താഹം വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.